നമസ്കാരം. ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ഒരു പുതിയ വൈറസ് അല്ലെന്ന് ആരോഗ്യ വിദഗ്ധരൊക്കെ പറയുന്നുണ്ട്. 2001 ഇത് ആദ്യമായി തിരിച്ചറിയുന്നത്. HMPV വായുവിലൂടെയാണ് പടരുന്നത്. ഇത് എല്ലാ പ്രായത്തിലുമുള്ള ആളുകളെയും ബാധിക്കുകയും ചെയ്യും. ശൈത്യകാലത്തും വസന്തത്തിന്റെ തുടക്കത്തിലുമാണ് വൈറസ് കൂടുതൽ പടരുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ത്യയിൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് അതായത് HMPV കേസുകൾ വർദ്ധിക്കുന്നതിനിടയിൽ രാജ്യത്ത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ കുറിച്ചുള്ള നിരീക്ഷണം അവലോകനം ചെയ്യാൻ കേന്ദ്രം ചൊവ്വാഴ്ച സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കർണാടകയിൽ 2, ഗുജറാത്തിൽ 1, തമിഴ്നാട് 2 എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ രാജ്യത്ത് ഇതുവരെ 7 HMPV കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 3 മാസം മുതൽ 13 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിലാണ് എല്ലാ കേസുകളും കണ്ടെത്തിയിരിക്കുന്നതും. മുംബൈയിലെ 6 മാസം പ്രായമുള്ള പെൺകുട്ടിയിലും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട 8ാമത്തെയും മഹാരാഷ്ട്രയിലെ 3ാമത്തെയും കേസാണിത്. കഠിനമായ ചുമ, ഓക്സിജന്റെ അളവ് 84% കുറയുക തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിച്ച് ജനുവരി 1 കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഉത്തരാഖണ്ഡ്, മഹാരാഷ്ട്ര, കർണാടക, ജാർഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഒഡീഷ, ബീഹാർ തുടങ്ങി നിരവധി സംസ്ഥാനങ്ങൾ ജനങ്ങൾ പരിഭ്രാന്തരാകരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം HMPVയുടെ വ്യാപനം നിരീക്ഷിക്കാൻ മിസോറാം ഒരു കമ്മിറ്റിയും രൂപീകരിച്ചു. HMPVയുടെ 5ലധികം കേസുകൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് വൈറസ് പടരാനുള്ള സാധ്യതയെ നേരിടാൻ ബീഹാർ സർക്കാർ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ബീഹാർ ആരോഗ്യമന്ത്രി മംഗൾ പാണ്ഡെ സംസ്ഥാനത്തെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കൽ, നടപടികൾ സ്ഥാപിക്കൽ എന്നിവ ഉറപ്പാക്കാൻ അധികാരികളോട് നിർദ്ദേശിച്ചതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വൈറസ് ബാധ കണ്ടെത്തുന്നതിനായി ഫ്ലൂ ഡെസ്കുകൾ സ്ഥാപിക്കാനും RT-PCR പരിശോധനയ്ക്ക് തയ്യാറെടുക്കാനും ബീഹാർ ആരോഗ്യ വകുപ്പ് ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകി. രോഗികളെ പതിവായി നിരീക്ഷിക്കാനും ഇൻഫ്ലുവൻസ പോലുള്ള അസുഖം, ILI ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ, കഠിനമായ ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ എന്നിവയുടെ പ്രതിദിന റിപ്പോർട്ട് ചെയ്യാനും മംഗൾ പാണ്ഡെ നിർദ്ദേശിച്ചിട്ടുണ്ട്. HMPV തടയുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും അണുബാധ നിയന്ത്രണ നടപടിക്രമങ്ങൾ കർശനമായി നടപ്പിലാക്കുന്നതിനും വെന്റിലേറ്ററുകൾ, ഓക്സിജൻ, COVID-19 മരുന്നുകൾ, ടെസ്റ്റിംഗ് കിറ്റുകൾ തുടങ്ങിയ നിർണായക വിവരങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും ആരോഗ്യ പ്രവർത്തകരെ പരിശീലിപ്പിക്കാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസിനെ കുറിച്ച് പരിഭ്രാന്തരാകരുതെന്ന് ഒഡീഷ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി മുകേഷ് മഹാലിംഗ് ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. സാഹചര്യം നേരിടാൻ സംസ്ഥാന സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നാണ് അദ്ദേഹം ഉറപ്പ് നൽകിയത്. HMPV വൈറസുമായി ബന്ധപ്പെട്ട ഒഡീഷയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പ് സെക്രട്ടറി, ആരോഗ്യ ഡയറക്ടർ, പ്രധാന ആശുപത്രികളിലെ അധികാരികൾ എന്നിവരുമായി വെർച്വൽ മോഡിലൂടെ ചർച്ച ചെയ്തുവെന്ന് വൈറസ് ഇന്ത്യയുടെ ഭൂരിഭാഗത്തെയും ബാധിച്ചിട്ടില്ലാത്തതിനാലും ഒഡീഷയിൽ പോസിറ്റീവ് കേസുകളുടെ റിപ്പോർട്ട് 0 ആയതുകൊണ്ടും പരിഭ്രാന്തരാകരുതെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒഡീഷ സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് പൂർണ്ണ സജ്ജമാണ്. ഇക്കാര്യത്തിൽ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും ആരോഗ്യ വകുപ്പ് പാലിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നന്ദി.